കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ലോകത്തിൻ മുൻപിൽ ഞാനൊന്നുമില്ലാത്തൊരു എളിയവളാകുകിലും ദൈവമേ നിൻ മുൻപിൽ ദാസിയാം ഞാനൊട്ടും ചെറുതായി പോകരുതേ. എന്നെ കുരിശോളം വലുതാക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ചിന്തിക്കുന്നത് ആത്മീയ മനുഷ്യന് നോമ്പ് പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മൾ ഇന്നു മുതൽ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയൊക്കെ ഓർമ്മകളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി വീണ്ടും എന്നും വരേണ്ടതാണെങ്കിലും അതിനോടനുബന്ധമായ ഒരു മേഖലകൾ നമ്മൾ കൂടുതലായി ധ്യാനിക്കുന്ന കാലഘട്ടങ്ങളിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഒരു ആത്മീയ ജീവൻ നയിക്കുന്ന വ്യക്തിക്ക് നോമ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് നമ്മുടെ നോമ്പ് എന്നുള്ളതിനെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കുകയാണ്. ആ ഒരുക്കത്തോടു കൂടി നമ്മൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയും നിത്യജീവൻ അല്ലെങ്കിൽ നിത്യത ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന വ്യക്തികളുടെ ഒരുക്കത്തിന് വേണ്ടി കൂടിയുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇത്. അപ്പോൾ അതിൽ ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് പ്രധാനമായിട്ട് നമ്മൾ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ചില മേഖലകളുണ്ട്. അതോടൊപ്പം തന്നെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് ഒന്ന് നമ്മൾ രമ്യതപ്പെടുക എന്നുള്ളതാണ്. അനുദപിക്കുക. ഏതാനും പോയിന്റുകൾ ഞാനത് പറഞ്ഞു പോകുന്നു. സമ്പത്തിൻ്റെ വിനിയോഗത്തിൻ്റെ ചില മേഖലകളുണ്ട്. അതോടൊപ്പം തന്നെ ആസക്തികളുടെ മേഖലകൾ, ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള ദാമ്പത്തിക ധർമാനുഷ്ഠാനങ്ങൾ, ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഇതെല്ലാം നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ഒന്നൊന്നായിട്ടൊന്ന് വേഗത്തിൽ ചിന്തിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇത് കാണണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മളിപ്രകാരം വായിക്കുന്നുണ്ട്. ഹെബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ 9-ാം തിരുവചനം: വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത്. ഭക്ഷണത്താലല്ല കൃപാവരത്താൽ ഹൃദയത്തെ ശക്തമാക്കുന്നതാണ് ഉചിതം. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല. നോമ്പിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. തീർച്ചയായിട്ടും പലരും ഭക്ഷണം ഉപേക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഭക്ഷണം ഉപേക്ഷിക്കുക മാത്രമല്ല, അതൊരു ഉപവാസം പോലെയാണ്. അതോടൊപ്പം ഇറച്ചി, മീൻ, മാംസാഹാരങ്ങൾ വേണ്ട എന്ന് വയ്ക്കുന്ന കുറേയധികം സഹോദരങ്ങളുണ്ട്. അപ്പോൾ ഇത് വെച്ചും കൊണ്ട് ചിലപ്പോൾ ഇന്ന് നിങ്ങൾ കേട്ട ഏതെങ്കിലും പ്രസംഗങ്ങളിലോ അല്ലെങ്കിൽ ഇനി കേൾക്കാൻ പോകുന്ന മേഖലകളിലോ മാംസം ഉപേക്ഷിക്കുന്നത് കൊണ്ട് മാത്രം നോമ്പാകുന്നില്ല. മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതിനകത്തല്ല പ്രധാനപ്പെട്ടതായിട്ട് കിടക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ളൊരു പ്രബോധനമാണ് മാംസവും ഉപേക്ഷിക്കുക, പല കാര്യങ്ങളും ഉപേക്ഷിക്കുക. അങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന സമ്പത്ത് നിങ്ങൾ ദൈവാലയത്തിന് തരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദരിദ്രരെ സഹായിക്കുകയോ എന്നൊക്കെ പറയുന്ന മേഖലകളിലേക്ക്. പിന്നെ അതൊക്കെ സമ്പത്താണ് ചിലയിടത്ത് കയറി ഇങ്ങനെ ഉടക്കി കിടക്കുന്നൊരു മേഖലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലർ പറയും മത്സ്യമാംസങ്ങളൊന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല, അതല്ല നോമ്പിൻ്റെ പ്രധാനപ്പെട്ട. ഇതെല്ലാം പറയുമ്പം നമുക്കൊരു കാര്യം മനസ്സിലാകും. ഈ പറയുന്നവരൊരു പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. അവർ ഇതിനോടൊക്കെ വളരെയേറെ താല്പര്യമുള്ളവരാണ്. അതുകൊണ്ട് ദൈവജനം ചിലപ്പോൾ ഒരു വിശുദ്ധ ജീവിതം നയിക്കാനും കർത്താവിന് ക്രൂശുമരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും തൻ്റെ തന്നെ ജീവിതത്തിൽ കർത്താവിനോടൊപ്പം ചെലവഴിക്കുകയും ചെയ്യേണ്ട ഈ നാളുകളിൽ പലതും മാംസ ആഹാരങ്ങളൊന്നും വേണ്ടാന്ന് വെച്ചേക്കാം. അപ്പം അങ്ങനെ വയ്ക്കുമ്പം ഉപയോഗിക്കുന്ന ചില ആൾക്കാർ ഇങ്ങനെയുള്ള ന്യായവാദങ്ങളുമായിട്ട് വരുവാൻ സാധ്യതയുണ്ട്. നമ്മളൊക്കെ മനോഹരമായിട്ടുള്ള ചില വേർഡുകളിലൊക്കെ പറയുന്ന ഒന്നാണ് ഈ ദാനിയൽ ഫാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന ഒരു മേഖലയുണ്ട്. ദാനിയൽ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഫാസ്റ്റിംഗ് ഇല്ല. ദാനിയൽ പ്രവാചകൻ 3 ആഴ്ചക്കാലം ഉപവസിക്കുകയായിരുന്നു. അപ്പോൾ ഉപവസിച്ചപ്പോൾ മാംസ ആഹാരം, രുചികരമായ ആഹാരം, സുഗന്ധലേപനം ഇങ്ങനെയുള്ള ഒന്നും വേണ്ട എന്ന് വെച്ചു എന്ന് ബൈബിളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ദാനിയൽ ഫാസ്റ്റിംഗ് ചെയ്യുന്നവരൊക്കെ അങ്ങനെ ഒരു പേരിൽ ഫാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാംസം ഉപയോഗിക്കാൻ പാടില്ല.
സുഗന്ധലേപനം എന്ന് പറയുമ്പോൾ സ്പ്രേ അതുപോലത്തെ സുഗന്ധമുണ്ടാക്കുന്ന വസ്തുവകകൾ അത് ശരീരത്തിൽ പൂശാൻ പാടില്ല. അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ അവർ പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവഴിക്കുക. അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ സംസാരത്തിലുള്ള മിതത്വം പാലിക്കുക, ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ഒരു മിതത്വം പാലിക്കുക എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പലപ്പോഴും ഈ മനോഹര വാക്കുകളൊക്കെ പലതും വരുമ്പോഴും അതൊന്നും ചെയ്യാത്ത പല മനുഷ്യരും നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളതാണ്. ഒരു പേര് കേൾക്കുമ്പം ചാടിക്കയറി എന്ന അതാണ് ഒരു പ്രത്യേകതയുള്ളതാണ്. അങ്ങനെ ദാനിയൽ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ഫാസ്റ്റിംഗ് നിലവിലില്ല. കാരണം ദാനിയൽ പ്രവാചകൻ അങ്ങനെ ഫാസ്റ്റ് ചെയ്തപ്പം 21 ദിവസം ഫാസ്റ്റ് ചെയ്തു, ഉപവസിച്ചു. അത് ഈശോ 40 ദിവസം ഉപവസിച്ചു. അതൊക്കെയാണ് നമ്മൾ. അപ്പോൾ ഇനി ജീസസ് ഫാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ വന്നേക്കാം, അറിയത്തില്ല. പുതിയ ജനറേഷനിൽ ഇങ്ങനെ പല പേരുകളിലാണല്ലോ ചിലരൊക്കെ പിടിച്ചു കിടക്കുന്നത്. എന്തായിക്കൊള്ളട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, ഭക്ഷണത്താലല്ല. അപ്പോൾ ഒന്നാമതൊരു മേഖല ഭക്ഷണമാണ്. ഭക്ഷണത്താലല്ല, കൃപാവരത്താൽ ഹൃദയത്തെ ശക്തമാക്കുന്ന ഉചിതം. ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഈശോ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം ഉള്ളിൽ ചെല്ലുന്നു, അത് കുറച്ച് കഴിഞ്ഞ് ദഹിച്ച് മറ്റ് പ്രക്രിയയുടെ വിസർജ്യമായിട്ട് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവനെ, ശരീരത്തിൻ്റെ മേഖലകളെ നിലനിർത്താൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഒന്നാണ്. മനുഷ്യൻ ഭക്ഷണം കഴിച്ചേ പറ്റുള്ളൂ. കാരണം കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക ഒരു പ്രയോജനം ലഭിക്കത്തില്ല. ഒരാത്മീയ മനുഷ്യൻ എന്താണോ നമുക്ക് ഭക്ഷിക്കാൻ കിട്ടുന്നത് അത് കഴിക്കുക എന്നുള്ളതാണ്. ഡിമാൻഡ് ഒന്നും വയ്ക്കാൻ പാടില്ല. അപ്പം ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നിങ്ങൾ മാംസം ഉപേക്ഷിക്കുകയോ മത്സ്യം ഉപേക്ഷിക്കുകയോ, അതോടൊപ്പം എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കുക. എന്നെ കേൾക്കുന്ന ചില ശുശ്രൂഷകർ, ചിലർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ചില ശുശ്രൂഷകരെ ധ്യാനിപ്പിക്കാൻ വിളിച്ച മെനു കൊടുക്കും. മെനു കൊടുത്തിട്ട് ഇന്നതൊക്കെ എനിക്ക് ആഹാരത്തിൽ വേണം, 5 ദിവസം ധ്യാനമാണെങ്കിൽ 5 ദിവസം ഇന്നതൊക്കെ എനിക്ക് കഴിക്കാൻ വേണം എന്ന് പറയുന്ന ചില മെനു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവർ ചിലപ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ കാശ് ഒപ്പിച്ചിട്ടായിരിക്കും ഒരു ധ്യാനമോ കൺവെൻഷനോ ഒക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ മെനു കൊടുത്തിട്ട് ഉടനെ തന്നെ അത് സംഘടിപ്പിക്കാൻ ഒരു ഓടി നടക്കും. നമ്മൾ ചെല്ലുന്നിടത്ത് എന്താണോ നമുക്ക് അവർ കഴിക്കുന്നത് അത് മേടിച്ച് കഴിക്കുക എന്നുള്ളതല്ലാതെ നമ്മളൊരു VIP പോലെ, ഈശോ അങ്ങനെ ആയിരുന്നു. ഈശോയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് മെനു ഒന്നും ഇല്ലായിരുന്നു. ഈശോ വളർത്തിയിരിക്കുന്നു, മീൻ കിട്ടിയാണെങ്കിൽ മീനെടുത്ത് മീൻ പിടിച്ചുകൊണ്ട് വരും, അത് വേവിച്ച് കഴിക്കും. അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്നൊരു ഭവനത്തിൽ കയറുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ആഹാരം കഴിക്കും. അതെല്ലാം നമ്മൾ കാണുന്നൊരു കാര്യമാണ്. ഈശോയുടെ പേരിൽ നമുക്ക് മെനു ഒന്നുമില്ല. നമുക്ക് എന്താണോ ഭക്ഷിക്കാൻ കിട്ടുക അത് കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ലൂക്ക എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 2-ൽ, മാർക്കോസ് സുവിശേഷം 1:13-ലും മത്തായി സുവിശേഷം 4-ലും ഒക്കെ നമ്മൾ ഈ മരുഭൂമിയിലെ പരീക്ഷയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അവിടെ പറയുന്നൊരു കാര്യമാണ്, അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടത് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. അതാണ് ഈ 40 നോമ്പ്. പിന്നെ സിറോ മലബാറിൽ 50 നോമ്പ്, മലങ്കരയിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ദിവസങ്ങൾ എന്നുള്ളതിനേക്കാൾ ഉപരി ഈശോ 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല എന്ന് എഴുതി വെച്ചേക്കും. അപ്പം 40 ദിവസം ഒന്നും ഭക്ഷിക്കാതെ കർത്താവ് കഴിഞ്ഞു. അവസാനം അവന് വിശന്നു. അപ്പോൾ 40 ദിവസം കഴിഞ്ഞപ്പോൾ വിശന്നു. ഇപ്പോൾ വിശന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില പരീക്ഷണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന് മുമ്പുള്ള ചില പരീക്ഷണങ്ങളും കണ്ടേക്കാം. എന്തായാലും പിശാച് അവിടെ പരീക്ഷിക്കുന്നുണ്ട്. അവിടെ പറയുന്ന വാക്കിങ്ങനെയാണ്, മാർക്കോസ് സുവിശേഷം 1:13, സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്ന 40 ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു. അവൻ വന്യമൃഗങ്ങളോട് കൂടെയായിരുന്നു. ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. അപ്പോൾ ദൈവദൂതന്മാർ ശുശ്രൂഷിക്കുകയും വന്യമൃഗങ്ങൾ കർത്താവിൻ്റെ കൂടെ വന്നു എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ഈ വാക്ക് വായിക്കുമ്പോൾ, ആദം പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഹവ്വ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ, മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്യമൃഗങ്ങളെല്ലാം അവനിൽ നിന്ന് അകന്നുപോയി. അല്ലെങ്കിൽ മൃഗങ്ങളും ജീവജാലങ്ങളും മനുഷ്യനിൽ നിന്ന് അകലാൻ തുടങ്ങി. കാരണം ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യന് നഷ്ടപ്പെട്ടു. അപ്പോൾ മൃഗങ്ങളെ പോലും മനുഷ്യനോട് ചേർത്ത് നിർത്തിയത് ഒരു ദൈവീകമായൊരു സ്നേഹമുണ്ടായിരുന്നു. മൃഗത്തെ ആരാധിക്കുക എന്നുള്ളതല്ല, അതിനെ കൂടുതലായിട്ട് ഇത് ചെയ്യുക എന്നുള്ളതല്ല, അത് ദൈവം മനുഷ്യന് വേണ്ടി കൊടുത്തതാണ്. അപ്പം മൃഗങ്ങൾ എന്ത് ചെയ്തു? മനുഷ്യനെ അനുസരിച്ചു. ഇന്ന് പലയിടത്തും മൃഗങ്ങൾ മനുഷ്യനെ അനുസരിക്കുന്നില്ല. മുമ്പ് മൃഗത്തിന് ഭയമായിരുന്നു മനുഷ്യനെ എന്ന് പറയുമ്പോൾ, തങ്ങളുടെ സൃഷ്ടാവിന് രൂപവും സാദൃശ്യമുള്ള വ്യക്തികളായ ഈ മനുഷ്യരാകത്തെ അവയം കാണുമ്പം മൃഗങ്ങൾക്ക് ഒരു ദൈവീകത അവരുടെ മുഖത്ത് ജീവിതത്തിൽ ദർശിക്കാൻ പറ്റി. പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴോ? മൃഗങ്ങൾ പാപമൊന്നും ചെയ്തില്ല.
മനുഷ്യൻ പാപം ചെയ്തപ്പോൾ എന്തു പറ്റി? വ്യത്യാസം അവിടെ വരാൻ തുടങ്ങി. ഈ മൃഗങ്ങളെല്ലാം തിരിച്ച് തൻ്റെ സ്രഷ്ടാവിൻ്റെ അരികിലേക്ക് വന്നത് അന്ന് ആ 40 ദിവസത്തെ ഉപവാസ സമയത്തായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, ഒരുപാട് വിശുദ്ധരുടെ ജീവിതത്തിലൊക്കെ ഈ സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പറയുകയാണ് വന്യമൃഗങ്ങളോട് കൂടെ ആയിരുന്നു. ഇനി ദാനിയേൽ പ്രവചന പുസ്തകത്തിലെ ചില കാര്യങ്ങൾ വായിച്ചപ്പം ഒരു ഭാഗം വിട്ടുപോയത് ദാനിയേൽ പ്രവചന പുസ്തകം 10:3 അവിടെ വാക്ക് വേണമെങ്കിൽ ഞാനിങ്ങനെ വായിക്കാം. ആ 3 ആഴ്ചക്കാലം മുഴുവൻ എന്ന് വെച്ചാൽ 21 ദിവസം ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല. അപ്പം ദാനിയേൽ ഫാസ്റ്റിംഗ് ഒക്കെ എടുത്തിട്ടുള്ളവർ ചിന്തിക്കണം, ഈ വ്യവസ്ഥയിലാണോ എടുത്തത്? അല്ലെങ്കിൽ നിങ്ങൾ പേര് മാത്രമേ ഉൾക്കൊണ്ടിട്ടുള്ളൂ, അതിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് പോയിട്ടില്ല. നമ്മളും 21 ദിവസം ഉപവാസം വർഷത്തിലൊരു 3 പ്രാവശ്യം നമ്മളിവിടെ ചെയ്യാറുണ്ട്. താമസിച്ചുള്ള 21 ദിവസം ഉപവാസ പ്രാർത്ഥന നമുക്കുള്ളതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ കുടുംബമായിട്ട് 21 ദിവസം ഉപവാസം എടുക്കാറുണ്ട്. അത് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല, സ്വയം വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടും ദൈവിക ശക്തിയുടെ കൃപാവരങ്ങളിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ടും ദൈവസന്നിധി ചെയ്യുന്നൊരു കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിലും ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലൂടെ നമ്മൾ കടന്നു പോകും. ഓക്കെ, അപ്പം അതാണ് മേഖല. ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ കുറച്ചുകൂടെ ആഴപ്പെട്ട മേഖലകൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് ഗൂഗിൾ മീറ്റ് ഉണ്ട് എല്ലാ ഞായറാഴ്ചയും. താല്പര്യമുള്ളവരിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ ധ്യാനിച്ച് കടന്നു പോകാനും ഈ നോമ്പ് കാലഘട്ടങ്ങൾ കുറച്ചും കൂടെ അനുഗ്രഹപ്രദമാക്കാനും നമുക്ക് സാധിക്കും. താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള നമ്പറുകളെല്ലാം നിങ്ങൾ കാണുന്ന നമ്പറിലെല്ലാം വാട്സപ്പ് ഉള്ളതാണ്. മെസ്സേജ് ചെയ്താൽ ലിങ്ക് അയച്ചു തരും. 5:30 മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ഞായറാഴ്ച. ഒരു 5:40 തന്നെ പ്രവേശിക്കുകയും വേണം. ഇടയ്ക്ക് വരുന്നവരെ ഒന്നും പ്രവേശിപ്പിക്കത്തില്ല. കാരണം ചുമ്മാ വന്ന് നോക്കിയിട്ട് പോകുന്നവരെ നമുക്ക് പറ്റത്തില്ലല്ലോ. കേൾക്കുമ്പോൾ എല്ലാം നല്ല രീതിയിൽ കേൾക്കണ്ടേ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. അങ്ങനെയുള്ളൊരു ഫാസ്റ്റിംഗ് ഉണ്ട്. ഇനി കൊരിന്ത്യർക്കെതിരെ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 8 ഞാനിത് വചനത്തിലൂടെയൊക്കെ ഇത്രയും കാര്യമായിട്ട് പോകുന്നത്, ചിലർ ചുമ്മാ ഇരുന്ന് കമൻ്റ് ഇട്ട് വിമർശിക്കാനിരിക്കുന്നവരുണ്ട്. വിമർശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചിലപ്പോൾ നോമ്പ് എടുക്കത്തില്ലായിരിക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ ന്യായീകരണങ്ങൾ കാണും. പക്ഷേ ഈ സാധാരണ വിശ്വാസി എന്തിനാണ് അതിനകത്തിട്ട് വലിച്ചഴിക്കുന്നത്? കാരണം അങ്ങനെയുള്ള ചില ആൾക്കാരെക്കുറിച്ച് ബൈബിളൊരു വാക്കുണ്ട്. പത്രോസിലേക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനം. ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു. അവർ സൂക്ഷിക്കണം. അവർ ജ്ഞാനഗുരുക്കന്മാരായിരിക്കാം. ഇപ്പോൾ കത്തോലിക്ക സഭയിലാണെങ്കിൽ ചിലപ്പോൾ മെത്രാനും ആയിരിക്കാം, വൈദികനും ആയിരിക്കാം, സന്യാസിയായിരിക്കാം, സുവിശേഷ പ്രഘോഷകനായിരിക്കാം, ശുശ്രൂഷകനായിരിക്കാം. ഞാൻ എൻ്റെ ഹൈരാർക്കി അനുസരിച്ച് പറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ. പ്രവാചകന്മാരുണ്ടായിരുന്നു. അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം, പെട്ടെന്ന് നാശം വരുത്തി വയ്ക്കുന്ന തങ്ങളുടെ മേൽ, അവരുടെ മേൽ, അങ്ങനെയാണിപ്പം ഒരുപാട് പേര് നശിച്ചുകൊണ്ടിരിക്കുന്ന വ്യാജ ഉപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. അപ്പം നമ്മുടെ ഇടയിൽ അവരുള്ളത്. ഇപ്പോൾ കത്തോലിക്ക സഭയിലെ വിശ്വാസികളായതുകൊണ്ട് സഭയ്ക്കുള്ളിൽ തന്നെ ഇങ്ങനെയുള്ള ഈ വ്യാജ ഉപദേഷ്ടാക്കളുണ്ട്. ഇവരാണ് ഈ തട്ടിക്കൂട്ട് പരിപാടിയായിട്ട് വരുന്നത്. അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കും. വിനാശകരമായ അഭിപ്രായം രഹസ്യത്തിൽ പഠിപ്പിക്കും. അപ്പോൾ രഹസ്യത്തിൽ അവർ പഠിപ്പിക്കും. അപ്പം ഈ രഹസ്യത്തിൽ പഠിപ്പിക്കുക എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെറിയ ചെറിയ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ പള്ളിക്കകത്ത് വരുന്നവരടുത്തൊക്കെ ഇത് പറയും. പിന്നെ ഇപ്പം വാട്സപ്പും യൂട്യൂബും ഫേസ്ബുക്കും ഉള്ളതുകൊണ്ട് പള്ളി ഇരിക്കുന്നവരും റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലിടുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പം രഹസ്യത്തിൽ പഠിപ്പിക്കും. തങ്ങളെ വില കൊടുത്ത് വാങ്ങിയ നാഥനെപ്പോലും നിഷേധിക്കുകയും ചെയ്യും. പലരും അവരെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും. അവർ വീട്ടിൽ വന്നിട്ട് പറയും, കണ്ടില്ലേ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു, അല്ലെ ബ്രദർ പറഞ്ഞു, അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, മാംസം ഉപേക്ഷിക്കേണ്ട, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ട, ഇത് ഉപേക്ഷിക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കങ്ങനെ കഴിക്കുന്നതിലും കുഴപ്പമില്ല. 360 ദിവസവും കഴിക്കുന്നതിനകത്ത് ഒരു 325 ദിവസം അത് വേണ്ടാന്ന് വെക്കുന്നത് ഏറ്റവും നല്ലതല്ലേ? 320 ദിവസവും കഴിക്കുന്നുണ്ടല്ലോ, കഴിക്കുക. 40 ദിവസം ഇത് വേണ്ടാന്ന് വെച്ച് കർത്താവിനോടൊപ്പം കൂടുതൽ സമയം പ്രാർത്ഥനയിലും പരിത്യാഗത്തിലൊക്കെ ചെലവഴിക്കാൻ കിട്ടുന്ന ഒരവസരത്തെ നമ്മൾ നിഷേധിക്കേണ്ട ആവശ്യമുണ്ടോ? വർഷത്തിലൊരിക്കൽ 40 ദിവസമല്ലേ കിട്ടുന്നുള്ളൂ. അതുകൂടെ ചിന്തിക്കുക. അല്ലാത്തപ്പോഴൊക്കെ തീറ്റയും കുടിയും മാത്രമായിട്ട് പോകുന്ന ഒരു മേഖലയാണല്ലോ ഇന്ന്. ചിലരൊക്കെ ഈ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പലപ്പോഴും പണം എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പോലും അറിയത്തില്ല. അവർ വീട്ടിൽ പട്ടിണിയാണെങ്കിലും പുറത്തു പോയി ഷോ കാണിക്കുന്ന കാര്യത്തിൽ വളരെ മിടുക്കരായ ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. ഞാനതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ, ഓരോ പൈസയ്ക്കും കർത്താവ് കണക്ക് ചോദിക്കും. ഓരോ പൈസയ്ക്കും മനുഷ്യൻ അധ്വാനിക്കുന്നതിൻ്റെ ഫലമാണത്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പണം ഉപയോഗിക്കണമെന്നല്ല, പക്ഷേ
വേസ്റ്റാക്കി, വിവാഹങ്ങളിലൊക്കെ എന്തുമാത്രം വേസ്റ്റാക്കിയ കളയുന്ന ഭക്ഷണങ്ങൾ. വിവാഹം മാത്രമല്ല, ആദ്യ കുർബാനയാകട്ടെ, ഇനി മരണാനന്തര ചടങ്ങുകളാകട്ടെ, അല്ലെങ്കിൽ മാമോദീസ ആകട്ടെ, ഇതിനെല്ലാം കർത്താവ് കണക്ക് വയ്ക്കും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ധ്യാനത്തിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഉപേക്ഷിച്ച ഭക്ഷണം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചിട്ട് അതിനകത്ത് ഇച്ചിരി ചോറൊക്കെ വെച്ചേക്കും ബാക്കി. ഇന്ന് ചിലർ ഡയബറ്റിക് വന്നിട്ട് ഒരു ഇച്ചിരി ചോറ് കഴിക്കാൻ കൊതിക്കുന്നവരുണ്ട്. പിന്നെ ചില മിടുക്കർ ഇൻസുലിൻ എടുത്തിട്ട് മധുരം കഴിക്കുന്നവരുമുണ്ട്. അത് വേറെ ടൈപ്പ്. എന്നാൽ അല്പം പോലും മധുരം കഴിക്കാൻ പറ്റാതെ കിടക്കുന്ന പലരും ഒരു കാലത്ത് ഈ ആഹാരം നഷ്ടപ്പെടുത്തിയവരാണ്, എടുത്ത് വലിച്ചെറിഞ്ഞവരാണ്, വേസ്റ്റാക്കിയവരാണ്. എണ്ണ ഉപയോഗിക്കാൻ വയ്യ, ഉപ്പ് ഉപയോഗിക്കാൻ വയ്യ, പഞ്ചസാര ഉപയോഗിക്കാൻ വയ്യ, പല ആഹാര പദാർത്ഥങ്ങളും ഉപയോഗിക്കാൻ വയ്യ. അങ്ങനെയും ചില തകർച്ചകൾ. എല്ലാ രോഗത്തിൻ്റെയും കാരണം ഇതാണെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയും ചില തകർച്ച. അതുകൊണ്ട് ഭക്ഷണത്തിലൊരു മിതത്വം പാലിക്കുന്ന അനുഭവത്തിലേക്ക് നമുക്ക് വരുവാൻ ഈ നോമ്പ് ഉപകാരപ്പെടണം. അതിൽ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, അനുതപിക്കണം. നാം ചെയ്ത ഓരോ പാപത്തെ ഓർത്തും അനുതപിക്കേണ്ട ദിവസങ്ങളാണ് ഈ നോമ്പ് കാലഘട്ടം. അനുതപിക്കണം, രമ്യതപ്പെടണം. ബൈബിളിൽ വാക്കുണ്ട്, ഒരുപാട് വാക്കുണ്ട്. മത്തായി സുവിശേഷം 5:23, പ്രിയമുള്ളവരെ, രമ്യതയില്ലാതെ ആര് ബലി അർപ്പിച്ചാലും ആ ബലി സ്വർഗസ്ഥനായ പിതാവ് സ്വീകരിക്കില്ല. കായേനും അർപ്പിച്ചു, ആബേലും അർപ്പിച്ചു, പക്ഷേ സ്വീകരിച്ചത് ദൈവം ആബേലിൻ്റെ ബലി മാത്രമാണ്. അർപ്പണം നടന്നു. ഇന്ന് ഒരുപാട് പേര് ബലി അർപ്പിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ബലി ദൈവം സ്വീകരിച്ചോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. ബലി സ്വീകരിക്കേണ്ട കർത്താവ് പറയുകയാണ്, നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ, നിനക്ക് അങ്ങോട്ട് വിരോധമെന്നല്ല, ആർക്കോ എന്നോട് വിരോധമുണ്ടെന്ന് നീ ഓർക്കുകയാണെങ്കിൽ, ആർക്കാണ് നിന്നോട് വിരോധമുണ്ടെന്ന് നീ ഓർക്കുന്നത് ആ വ്യക്തിയോട് പോയി രമ്യതപ്പെടണം. അവിടെ പറയുകയാണ്, കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരന് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക. പോട്ട് വരുമ്പോഴത്തേക്ക് ബലി കഴിയും. അതുകൊണ്ട് ബലിയെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഇപ്പോൾ കിടന്നങ്ങ് വികാരം കൊള്ളുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ അല്പം പോലും വെറുപ്പ് വെച്ചും കൊണ്ടാണ് ബലി അർപ്പിക്കുന്നതെങ്കിൽ ആ ബലി ദൈവസന്നിധിയിൽ എത്തിയിട്ടില്ല. നിങ്ങൾക്ക് നിത്യജീവനുമില്ല, നിങ്ങളുടെ ആത്മാവ് നരകത്തിലാണെന്ന് ഞാൻ പറഞ്ഞല്ല, ബൈബിൾ പറയുന്നു. 1 യോഹന്നാൻ 3:15, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്ന് വെച്ചാൽ നിത്യമായ ജീവൻ അവർക്കില്ല, അവർ നിത്യ നരകത്തിലാണ്. ഞാൻ പറഞ്ഞല്ല, ബൈബിളിലുള്ള വാക്കാണ്. അല്ലെ പിന്നെ നിങ്ങൾ ഇനി കർത്താവ് മാനസാന്തരപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. കാരണം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ബൈബിളിൽ കിടക്കുന്നതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വരാൻ തീരുമാനമെടുക്കണം, രമ്യതപ്പെടണം, ചെയ്ത ഓരോ പാപത്തെയോർത്ത് അനുതപിക്കണം. പരിശുദ്ധാത്മാവ് നിറയുമ്പം ആദ്യം ലഭിക്കുന്ന അനുതാപം, യോഹന്നാൻ സുവിശേഷം 16:8 ആദ്യം ലഭിക്കുന്ന അനുതാപമാണ്. ഇനി നമുക്ക് കാണാവുന്ന മറ്റൊന്നാണ് സമ്പത്തിൻ്റെ വിനിയോഗം ഈ ദിവസങ്ങളിൽ. പ്രിയമുള്ളവരെ, നമ്മൾ നോമ്പിന് പല കാര്യങ്ങളും ഉപേക്ഷിച്ചേക്കാം, അത് ചിലപ്പോഴും മിതത്വം പാലിച്ചേക്കാം. അതിൻ്റെ സമ്പത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ പല വ്യക്തികളും ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു മേഖല എന്താണെന്നറിയാമോ? പല പ്രസംഗങ്ങളും ഉണ്ട്, ആ സമ്പത്ത് നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരിക. എവിടെ? പള്ളി ഇത് വിളിച്ച പള്ളിയിലേക്ക് കൊണ്ടുവരിക, അവിടെ ഇവിടെ കൊണ്ടുവരിക. നിങ്ങൾ ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അവിടെ എങ്ങും കൊണ്ടു കൊടുക്കേണ്ട ഒരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാവുന്ന, വ്യക്തിപരമായി ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. കുറച്ച് ബൈബിൾ മേടിച്ച്, പുതിയ നിയമം മേടിച്ച് അക്രൈസ്തവർക്ക് കൊടുക്കട്ടെ, അവർ യേശു ആരാണെന്ന് അറിയട്ടെ. ഇനി അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഇപ്പോൾ ധ്യാനത്തിന് നിങ്ങളൊരാളെ വിടാം, നിങ്ങൾക്കൊരു സ്ഥലത്തേക്ക് ധ്യാനത്തിന് വിടാം. അപ്പോൾ നമുക്കറിയാം ധ്യാന കേന്ദ്രങ്ങളിൽ ഫീസുണ്ട്. നമ്മുടെ ധ്യാനത്തിന് ഫീസില്ല, പക്ഷേ പല ധ്യാനങ്ങൾ ഫീസുണ്ട്. കാരണം അതിൻ്റെ ഭക്ഷണ ചിലവുണ്ട്, താമസത്തിന് ചിലവുണ്ട്. ഇവിടെ അങ്ങനെ ചിലവില്ലാഞ്ഞിട്ടല്ല, പിന്നെയോ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുള്ളത് കൊണ്ട് അവർ എന്ത് ചെയ്യുന്നു, അവരും കൂടെ ഉൾക്കൊള്ളുക എന്നുള്ളത് കൊണ്ട് കർത്താവ് നൽകിയ സന്ദേശം അനുസരിച്ചാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരാളെ ധ്യാനം കൂടിക്കാൻ വിടുക, വചനം കേൾക്കാൻ വിടുക. അപ്പോൾ വചനം കേൾക്കാൻ വിടുമ്പോൾ ആ വ്യക്തി വചനം കേട്ട് മാറ്റം സംഭവിക്കുമ്പോൾ ഒരാത്മാവ് രക്ഷ പ്രാപിക്കും, ക്രിസ്തുവിനെ അറിയും. ഇതിനേക്കാൾ വലിയൊരു സുവിശേഷ വേല വേറെ ഇല്ല. അപ്പോൾ എല്ലാ സുവിശേഷ വേലയും അത് സുവിശേഷം യേശു ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളതല്ലേ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
അല്ലാതെ കൊണ്ടുവന്നിട്ട് അവരെ സഹായിക്കാൻ ഇവരെ സഹായിക്കാൻ ഒന്നുമല്ല ഉപയോഗിക്കേണ്ടത്. ഒരുവൻ്റെ ആത്മാവ് രക്ഷ പ്രാപിച്ചാൽ അവൻ്റെ ദാരിദ്ര്യം മാറും, രോഗം മാറും, കഷ്ടപ്പാട് മാറും, കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും. അപ്പോൾ ആ മേഖല. അപ്പോൾ അതുകൊണ്ട് ഈ സമ്പത്തിൻ്റെ ദുർവിനിയോഗം, അതുപോലെ തന്നെ ബൈബിളിലെ വാക്കൊന്ന് വായിക്കുകയാണ്. ലൂക്കാ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ് 12-ാം അധ്യായം 15. അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യും. എന്നുവെച്ചാൽ ഈ സമ്പത്തിൻ്റെ പുറകെ കടന്നു ഓടുന്നവരല്ല അത്യാഗ്രഹികളാണ്. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ, 21-ാം തിരുവചനമാണേ, തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നത്. ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി ആരെല്ലാം സമ്പത്ത് ശേഖരിച്ചു വെച്ചിട്ടുണ്ടോ അവരെല്ലാം നശിച്ചിട്ടുണ്ട്. നിങ്ങൾ കോടികൾ ശേഖരിച്ചു വെച്ചാലും ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടാലും ബാലൻസ് നേടിയാലും ദൈവസന്നിധി നിങ്ങൾ സമ്പന്നനാണോ എന്ന് ചിന്തിക്കണം. ദൈവസന്നിധി സമ്പന്നനല്ലെങ്കിൽ എല്ലാം അപകടത്തിലായി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള മറ്റൊന്ന് ആസക്തികളുടെ മേഖല. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ 5-ാം അധ്യായം 24, ഈ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിലെ പ്രധാനപ്പെട്ട വാക്കാണ്. യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും ക്രൂശിച്ചിരിക്കുന്നു. നമ്മുടെ വികാരവും മോഹങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ ക്രൂശിക്കണം. അതോടൊപ്പം തന്നെ റോമാക്കാരുടെ ലേഖനം 13:13 പറയുന്നത് പോലെ പകലിന് യോജിച്ച വിധം പെരുമാറണം. എന്താണ്? സുഖലോലുപത, മദ്യലഹരി, അവിഹിത വേഴ്ചകൾ, വിഷയാസക്തി, കലഹം, അസൂയ ഇവയിലെങ്ങും വ്യാപരിക്കരുത്. ഇങ്ങനെയുള്ള ഇടപാടുകളെല്ലാം അവസാനിപ്പിച്ചോണം. എന്നിട്ട് തിരിച്ചു വരാൻ തീരുമാനമെടുക്കണം. ഇനി ദാമ്പത്യ ധർമ്മ അനുഷ്ഠാനങ്ങളെക്കുറിച്ചുകൂടെ ഞാനൊന്ന് പറയുകയാണ്. കാരണം ഈ നോമ്പായി കഴിയുമ്പം ചിലൊരു പ്രത്യേകത, നോമ്പായതുകൊണ്ട് ലൈംഗികമായ ബന്ധം കുടുംബജീവിതത്തിൽ പാടില്ല എന്നുള്ള. കുടുംബജീവിതത്തിൽ ലൈംഗികത പാടുള്ളൂ, അതിന് പുറത്തൊരു ലൈംഗികതയും പാടില്ല. അപ്പോൾ കുടുംബജീവിതത്തിൽ ലൈംഗിക ബന്ധം വേണ്ട, 40 ദിവസം 50 ദിവസത്തേക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്നവരുണ്ട്. അത് തെറ്റില്ല, പക്ഷേ അവർ ചെയ്യേണ്ട ചില കാര്യം വചനപ്രകാരം ഒന്ന് പറയാം. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 3-ാം തിരുവചനം, ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യധർമ്മം നിറവേറ്റണം. അതുപോലെ തന്നെ ഭാര്യയും, എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവിനുള്ള ദാമ്പത്യധർമ്മം നിറവേറ്റണം. ഇനി 5-ാം തിരുവചനം, പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറേ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത്. അതിനുശേഷം ഒന്നിച്ചു ചേരുകയും വേണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സംയമന കുറവ് നിമിത്തം പിശാച് നിങ്ങളെ പ്രലോഭിപ്പിക്കും. ഇതൊരു ആനുകൂല്യമായിട്ടാണ് ഞാൻ പറയുന്നത്, കൽപ്പനയായിട്ടല്ല. അപ്പോൾ ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്നു. അപ്പോൾ ഭർത്താവും ഭാര്യയോട് തീരുമാനിക്കുകയാണ്, നമുക്ക് ഈ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ ലൈംഗികമായ ബന്ധം, അതിൻ്റെ ഒരു ആനന്ദം, സുഖം, സ്നേഹം പങ്കുവയ്ക്കലാണ്, അത് വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ തൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ ഞാൻ പറയല്ല, സ്നേഹം പങ്കുവയ്ക്കലുണ്ട്, അതിൻ്റെ ഭാഗമാണല്ലോ ലൈംഗികത. അപ്പോൾ ഈ ലൈംഗികതയല്ല കുടുംബജീവിതത്തിലെ പ്രധാനപ്പെട്ടത്. അപ്പോൾ ആ ഒരു ഇരുവരും എടുക്കൊരു തീരുമാനമാണ്. എന്താണ്? ഈ ദിവസങ്ങളിൽ നമുക്ക് അപ്രകാരം ഒരു ചിന്തയിലേക്ക് പോകാമെന്ന് തീരുമാനമെടുക്കുന്നു. ചില ആൾക്കാർക്ക് പ്രത്യേകത ഉണ്ട്, അത് പുരുഷനും സ്ത്രീയിലും ഉള്ള പ്രശ്നമാണ്. 8 നോമ്പ്, 3 നോമ്പ്, 25 നോമ്പ്, 50 നോമ്പ്, ഇങ്ങനെ നോമ്പോട് നോമ്പാണ് അവർക്ക് ഇന്ന്. പിന്നെ ചിലർക്ക് വെള്ളിയാഴ്ച നോമ്പ്, ചിലർക്ക് ചൊവ്വാഴ്ച നോമ്പ്, അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള ഓരോ നോമ്പുകൾ, പിന്നെ സാബത്ത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലൈംഗികതയല്ല കുടുംബജീവിതത്തിന് പ്രധാനപ്പെട്ടത്, സ്നേഹമാണ്. എന്നാൽ ആ പങ്കുവയ്ക്കൽ എന്ന് പറയുന്ന ദാമ്പത്യ ധർമ്മ ലൈംഗിക ബന്ധത്തിൻ്റെ അനുഷ്ഠാനത്തെ പ്രാർത്ഥനാ ജീവിതത്തിന് വേണ്ടി ഇരുവരും എടുത്ത തീരുമാനം. ഒരാളെ തീരുമാനം പോരാ, രണ്ടുപേരും കൂടെ ചേർന്ന് തീരുമാനം. ഒരാളെ തീരുമാനം എടുത്താൽ എന്തു പറ്റും? അവിടെ പിശാച് പ്രവർത്തിക്കും. നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ജീവിത പങ്കാളി, നിങ്ങൾ ഭയങ്കര പരിശുദ്ധിയിലും വിശുദ്ധിയിലേക്ക് ജീവിക്കുന്ന അവകാശപ്പെട്ട് നിങ്ങൾ ഈ ഒരാൾ ഒരു ഒറ്റയ്ക്ക് തീരുമാനം എടുത്തിട്ട്, ഇപ്പോൾ ഭാര്യ തീരുമാനം എടുക്കുകയാണ്, അങ്ങനെ പോയാൽ മതി, ഞാൻ പ്രാർത്ഥന ദിവസങ്ങളിലൊന്നുമില്ല. ഭർത്താവ് പറയുകയാണ്, എനിക്ക് പറ്റത്തില്ല, പാടില്ല. ഭർത്താവിൻ്റെ ഹിതം കൂടെ അവിടെ പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് കാര്യക്രമീകരിക്കുകയോ വേണം. അല്ലാതെ ആ മനുഷ്യനെ ജഡികനാണെന്ന് പറഞ്ഞ് നടക്കരുത്. തിരിച്ച് ഭർത്താവ് തീരുമാനമെടുത്തു, ഭാര്യ പറയുകയാണ്, അത് വേണ്ട, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മതി, എന്നാൽ ഓക്കെ എന്ന് പറയണം. കാരണം എപ്പോഴാണ് രണ്ടുപേർക്കും ബോധ്യം വരുന്നത് അന്നത് ചെയ്യുക. ഇല്ലെങ്കിൽ എന്തു പറ്റും?
ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്, നിങ്ങളുടെ സംയമനക്കുറവ് നിമിത്തം. പിന്നെയുള്ള പ്രശ്നം എവിടെയാണെന്നറിയാമോ? അവർ വേറെ വഴിക്ക് പോകാൻ തുടങ്ങും. അന്യ സ്ത്രീകളുമായിട്ടും അന്യ പുരുഷന്മാരുമായിട്ടുമുള്ള ബന്ധത്തിലേക്ക് പോയി അപകടങ്ങളിൽപ്പെടും. പല സ്ഥലത്തും ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള ദാമ്പത്യ ധർമാനുഷ്ഠാനങ്ങൾ സ്നേഹത്തിലും പങ്കുവയ്ക്കലും നടക്കാത്ത കുടുംബങ്ങളിലാണ് പല ദുരുപയോഗങ്ങളും അതോടൊപ്പം തന്നെ പുറമേയുള്ള പല ബന്ധങ്ങളും ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടത്. ഇപ്പം നമ്മൾ ധ്യാനത്തിന് വരുമ്പോൾ പറയും റൂമില്ല, കുടുംബമായിട്ട് വരുന്നത് പറയും റൂമില്ല. കാരണം ആ ദിവസങ്ങൾ നിങ്ങൾ പ്രാർത്ഥനയിലാണ്. അതുകൊണ്ടാണ് അവിടെ കൊച്ചു വർത്താനം പറയാനുള്ളതല്ല, കുടുംബത്തിലെ കാര്യം ചിന്തിക്കാനും സംസാരിക്കാനുള്ളതല്ല, വചനം കേട്ട് നിങ്ങളെ തന്നെ ഒരുക്കാനുള്ളതാണ്. ഏതെല്ലാം ധ്യാനകേന്ദ്രങ്ങൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട്, റൂം ഉണ്ടാക്കിയിട്ടുണ്ടോ, ആ ധ്യാനകേന്ദ്രങ്ങളെല്ലാം അവസാനം വ്യഭിചാരശാല ആവുകയും ദൈവകൃപ അവിടെ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തെളിവ് സഹിതം എനിക്ക് എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് തിരിച്ചു വരാൻ തീരുമാനമെടുത്തോണം. ഇതിനെക്കുറിച്ചൊക്കെയുള്ള കൂടുതൽ കാര്യങ്ങൾ പിന്നെ നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഗൂഗിൾ മീറ്റിൽ ചിന്തിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ മേഖലകളെ നമ്മളൊന്ന് പരിശോധിച്ച്, കർത്താവ് എവിടെയാണ് എനിക്ക് വീഴ്ച പറ്റിയത്, ഈ നോമ്പ് ഒരാത്മീയ മേഖലയിലൂടെ കടന്നുപോയി ഒരു ശരിയായ ആത്മീയ മനുഷ്യനായി ജീവിക്കാൻ എന്നെ സഹായിക്കണമേ, ഒരു പുതിയ ജീവൻ നയിക്കുവാൻ എന്നെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കാം. മാർച്ച് മാസം 23 മുതൽ 28 വരെയാണ് നമ്മുടെ താമസിച്ചുള്ള ധ്യാനം. അടുത്ത ശനിയാഴ്ച നമുക്ക് ജാഗരണ പ്രാർത്ഥനയുണ്ട്. 21-ാം തീയതി ശനിയാഴ്ച ജാഗരണ പ്രാർത്ഥനയുണ്ട് ഈ മാസം. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നേരത്തെ തന്നെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. രാത്രി 11 മണി മുതൽ 3 മണി വരെയാണ് ജാഗരണ പ്രാർത്ഥനയുള്ളത്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള നേരത്തെ അറിയിക്കണം. ഒരു ദിവസം മുമ്പ് തന്നെ അത് ക്ലോസ് ചെയ്യും. കാരണം ഈ സമയമാകുമ്പം ചിലർ അറിയിക്കുക ഞാനും വേണമെന്ന് പറഞ്ഞ് വന്നാൽ നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ വാട്സപ്പ് തുറക്കണമെന്നില്ല, മൊബൈൽ നോക്കണമെന്നില്ല, അതുകൊണ്ട് പറ്റിപ്പോകുന്നതാണ്. അപ്പം അതുകൊണ്ട് ഈ കാര്യം ഓർമ്മയിലിരിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്നു മുതൽ നമ്മൾ ആരംഭിക്കുന്ന നോമ്പ് ഏറ്റവും അനുഗ്രഹപ്രദമാകാനും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഏറ്റവും ഉപകാരപ്പെടുവാനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കിടക്കുന്ന പാപക്കറകൾ, അത് ശരീരം കൊണ്ട് ചെയ്തത്, മനസ്സുകൊണ്ട് ചെയ്തത്, ആത്മാവിൽ കെട്ടിക്കിടക്കുന്ന ചിന്തയും ഭാവനയും വിചാരം കൊണ്ട് ചെയ്തതെല്ലാം കർത്താവ് തൻ്റെ കാൽവരിയിലെ രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഈ സന്ദേശങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. നിരവധി പേർ അത് കാണട്ടെ, കേൾക്കട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ. നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സ്വർഗീയ പിതാവേ, അങ്ങയുടെ സ്നേഹമാണല്ലോ അങ്ങയുടെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ഞങ്ങളാരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവിടെ ഞങ്ങളെ സ്നേഹം പ്രകടമാക്കി. പരിശുദ്ധാത്മാവിലൂടെ ഈ രക്ഷാകര ജീവിതം, ഈ യേശു ചെയ്ത പ്രവൃത്തികളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പൂർത്തിയാക്കപ്പെടുന്നു. സ്വർഗീയ അപ്പ, അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. ഞങ്ങളെല്ലാവരെയും സ്വർഗം ലക്ഷ്യം വെച്ച് നിത്യതയിൽ എത്തിച്ചേരുവാൻ തക്കവിധം ഞങ്ങളെ ഒരുക്കണമേ. കർത്താവിൻ്റെ 2ാമത്തെ വരവിന് ഒരുങ്ങണമെങ്കിൽ അങ്ങയുടെ 1-ാം വരവിൻ്റെ പീഡാനുഭവ മേഖലകളുടെ ധ്യാനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. മിഖായേൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ കാവൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ സന്ദേശം നിങ്ങൾ കേട്ടതിന് നന്ദി പറയുന്നു. കേട്ട നിങ്ങളെല്ലാവരെയും, നിങ്ങളുടെ കുടുംബത്തെയെല്ലാം കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ മദർ മേരി മിനിസ്ട്രിയെ സഹായിക്കുകയും മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ ശുശ്രൂഷകൾ നിങ്ങൾക്ക് പങ്കാളിയാകാൻ സാധിച്ചതിൽ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെയും നമ്മുടെ കുടുംബത്തെ എല്ലാം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. നിന്നെ വഹിക്കുന്ന കഴുതയാകാം, മണ്ണിൽ കൊളുത്തിയ ദീപമാകാം, നിന്നാ പരിഹാസമേറ്റുവാങ്ങിപ്പോലും നിന്റെ വ്യവചനത്തിൻ സാക്ഷിയാകാം. നിന്നെ പാരിനു നൽകുവാനായി ഭാരങ്ങളെന്തും ചുമക്കാം.
ഈശോ